തൃശൂർ പൂരം കലക്കൽ അന്വേഷണത്തിന്റെ ഭാഗമായി മന്ത്രി കെ രാജന്റെ മൊഴിയെടുത്തു. സംഭവത്തിലെ ഗൂഢാലോചന സംബന്ധിച്ചും എം ആർ അജിത് കുമാറിന്റെ ഇടപെടലുകൾ സംബന്ധിച്ചും മന്ത്രി മൊഴി നൽകി. കൂടുതൽ വിവരങ്ങളുമായി MS ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പുറത്തുവരുന്നത്. മന്ത്രി കെ രാജന്റെ മൊഴിയെടുത്തിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ്? ബന്ധപ്പെട്ട് മന്ത്രി കെ രാജന്റെ മൊഴി നേരത്തെ എടുത്തതാണ്, മാസങ്ങൾക്ക് മുൻപ് എടുത്തതാണ്. പക്ഷേ അതിൽ നിർണായകമായൊരു വിഷയമെന്ന് പറയുന്നത് എം ആർ അജിത് കുമാറിനെതിരെ അദ്ദേഹം പറഞ്ഞ മൊഴിയുടെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ പൂരം കലങ്ങിയ ആ ഒരു ദിവസം, അതിന് മുൻപുള്ള ദിവസം മുതൽ തന്നെ എം ആർ അജിത് കുമാർ തൃശ്ശൂരിലുണ്ടായിരുന്നു. തൃശ്ശൂരിൽ അദ്ദേഹം ഉണ്ടായിരുന്നിട്ട് പോലും ഈ ഒരു വലിയ വിഷയം ഉണ്ടായ സമയത്ത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായ സമയത്ത് സിറ്റി പോലീസ് കമ്മീഷണറെ നിയന്ത്രിക്കുന്നതിനോ അതുപോലെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനോ ഒന്നും തന്നെ ഇടപെട്ടില്ല. മന്ത്രി കെ രാജൻ ഉൾപ്പെടെ വിളിച്ചിട്ട് പോലും ഫോൺ എടുത്തില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. നേരത്തെ തന്നെ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളിലൂടെ തന്നെ പറഞ്ഞിരുന്നു, ഈ വിഷയത്തിൽ, പൂരം കലക്കൽ വിഷയത്തിൽ ഏതെല്ലാം തലത്തിലുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്, അക്കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പുറത്തു കൊണ്ടുവരണം, അതിനുവേണ്ടിയുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്ന് മന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോഴും ഈ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ എം ആർ അജിത് കുമാറിന് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ, മറ്റ് ഈ RSS നേതാക്കളുമായെല്ലാം ബന്ധമുണ്ടോ എന്നെല്ലാം തന്നെ അന്വേഷിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നേരത്തെ തന്നെ ഈ VS സുനിൽകുമാറും അതുപോലെ തന്നെ CPIയും ആവശ്യപ്പെട്ടിരുന്നത്. അതിന് സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതിന് സമാനമായ മൊഴി തന്നെയാണ് മന്ത്രി കെ രാജനും ഈ പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട നടത്തിയ ത്രിതല അന്വേഷണത്തിൽ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണത്തിൽ മൊഴി നൽകിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പുറത്തുവരുന്നത്. ഈ എം ആർ അജിത് കുമാറിന്റെ ഇടപെടലുകൾ സംബന്ധിച്ചും മന്ത്രി മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലിഷോയ് റിപ്പോർട്ട് ചെയ്യുന്നത്.